ഹായ്, ചിത്രയാണ്. അപ്പോഴും നോക്കിക്കേ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: സവാള അരിഞ്ഞത്, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഞാനിവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2 സവാള അരിഞ്ഞതാണ് കേട്ടോ. 2 സവാള അരിഞ്ഞത്, ഒരു ചെറിയൊരു ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 കതപ്പ് കറിവേപ്പില. അപ്പം നമ്മുടെ ഈ ഞുറുക്ക് ഗോതമ്പുണ്ടല്ലോ, ഈ ഞുറുക്ക് ഗോതമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് എവിടെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു കുക്കറിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തവിടെണ്ണയാണ് കേട്ടോ. തവിടെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. അപ്പോൾ കടുക് പൊട്ടി വരുമ്പം നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, ആ പച്ചക്കറികളെല്ലാം നമുക്ക് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാമേ. ഇപ്പം നമ്മൾ സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഇട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ പച്ചക്കറിയുടെ എല്ലാം ഒരു പച്ച കൊത്തുണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറി വന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൂടി ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞുറുക്ക് ഗോതമ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട്, പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വെക്കുക. ഒരു ഫിസിൽ അടിച്ചാൽ മതി കേട്ടോ. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു ഫിസിൽ മാത്രം അടിച്ചാൽ മതി. ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 2-3 ഫിസിലടിക്കുന്നത്. 2-3 ഒന്നും വേണ്ട, ഒരു ഫിസിലടിച്ച് അതിൻ്റെ ആവി നല്ലതുപോലെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കുക്കർ തുറക്കുക. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഞുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ദാണ്ടെ ഞാനിങ്ങനെയാണ് കേട്ടോ ഞുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മൾ അംഗനവാടിയിലൊക്കെ കിട്ടത്തില്ലായിരുന്നു ഞുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. അപ്പോൾ ആ ഒരു ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് എടുക്കാം. പിന്നെ പൊട്ടുകടലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല, പിന്നെ നമ്മുടെ മുന്തിരി, അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇതേപോലെയാണ് ഞാനിവിടെ ഞുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഞുറുക്ക് ഗോതമ്പ് വെച്ച് പല പല ഐറ്റംസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.